സൗമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കവേ സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരാകുമെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. നോട്ടീസ് ലഭിച്ചെന്നും നവംബർ 11 തന്നെ മൂന്നംഗ ബെഞ്ച് മുമ്പാകെ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു അറിയിച്ചു. ഇതോടെ നിയമചരിത്രത്തിലെ അസാധാരണമായ നടപടിക്കാണ് നവംബർ 11 തുറന്ന കോടതി സാക്ഷ്യം വഹിക്കുക. നേരത്തെ ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി സുപ്രീംകോടതി വിധിയെ പരസ്യമായി മുൻ ജസ്റ്റിസ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീംകോടതി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയ മുൻ സുപ്രീംകോടതി ന്യായാധിപൻ മാർക്കണ്ഡേയ കട്ജു കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുമെന്നാണ് അറിയിച്ചത്. നവംബർ 11 കേരള സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീംകോടതിയിൽ ഹാജരാകുക. സുപ്രീംകോടതിയുടെ നോട്ടീസ് ലഭിച്ചെന്നും മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് വ്യക്തമാക്കി. സൗമ്യ കേസിൽ കഴിഞ്ഞ മാസം 15 നൽകിയ വിധി പുനഃപരിശോധിക്കണമെന്നും പരസ്യവാദ്യം വേണമെന്നും ജസ്റ്റിസ് കട്ജു ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. സൗമ്യയുടെ മരണത്തിലേക്ക് വഴിവെച്ച ക്ഷതങ്ങൾക്ക് കാരണക്കാരനായ ഗോവിന്ദചാമിക്കെതിരെ IPC 300 പ്രകാരം കൊലക്കുറ്റം ചുമത്താവുന്നതാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിരുന്നു. ഈ നിലപാട് കോടതി മുമ്പാകെ ഹാജരായി വിശദീകരിക്കാനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് തുറന്ന കോടതിയിൽ വാദം കേൾക്കവേ ആവശ്യപ്പെട്ടത്. സുപ്രീംകോടതി മുൻ ന്യായാധിപൻ തന്നെ കോടതി മുമ്പാകെ ഹാജരാകുന്നതിന് ഭരണഘടനാപരമായി വിലക്കുള്ളതിനാൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മാർക്കണ്ഡേയ കട്ജു ആദ്യം നിലപാട് അറിയിച്ചിരുന്നത്. പിന്നീട് ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ ഹാജരാകാമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു വ്യക്തമാക്കിയിരുന്നു. നിയമചരിത്രത്തിൽ അപൂർവമായാണ് മുൻ ന്യായാധിപൻ തന്നെ സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരായി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. തന്റെയോ സർക്കാരിന്റെയോ അറിവോടെയല്ല ADGP B സന്ധ്യ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെ കണ്ടതെന്ന് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്. ഇത് ശരിയായ നടപടിയല്ല. സർക്കാർ സുപ്രീംകോടതിയിൽ അറ്റോർണി ജനറലിനെയാണ് സൗമ്യ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു അഭിഭാഷകന്റെ സഹായം തേടേണ്ടതില്ല. കേസിൽ കട്ജുവിന്റെ സഹായം ആഗ്രഹിക്കുന്നില്ലെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഡ്വക്കേറ്റായ അറ്റോർണി ജനറൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമോപദേശം തേടുന്നു. വേറൊരു നിയമോപദേശം അതിൽ ആവശ്യമില്ല. അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. വേറൊരു ഉപദേശം തേടാൻ പോകുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആലോചിച്ചിട്ടില്ല. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, പിതൃ സഹോദരൻ ശിവപാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അച്ഛൻ മുലായം സിംഗ് യാദവിനെ മറികടന്നുള്ള അഖിലേഷിന്റെ നീക്കത്തോടെ സമാജ്വാദി പാർട്ടിയിലെ അധികാര തർക്കം മൂർച്ഛിച്ചു. പാർട്ടിയുടെ UP അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഖിലേഷിനെ മാറ്റി ശിവപാൽ യാദവിനെ മുലായം സിംഗ് നിയമിച്ചതോടെയാണ് സമാജ്വാദി പാർട്ടിയിൽ അധികാര തർക്കം ഉടലെടുത്തത്. ഇതിന് മറുപടിയായി ശിവപാൽ യാദവിന്റെ പ്രധാന വകുപ്പുകൾ അഖിലേഷ് ഒഴിവാക്കി. മുലായത്തിന്റെയും അമർ സിംഗിന്റെയും നേതൃത്വത്തിൽ സമവായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അഖിലേഷിന്റെ അപ്രതീക്ഷിത നീക്കം. ശിവപാൽ യാദവിന് പുറമെ ഓംപ്രകാശ് സിംഗ്, നാരദ് റായ്, ഷഹിദ ഫാത്തിമ എന്നിവരെയാണ് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയത്. മുലായം സിംഗ് നാളെ പാർട്ടിയുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനിടെയാണ് പാർട്ടി നിയമസഭാ കക്ഷി യോഗം അടിയന്തരമായി തന്റെ വസതിയിൽ വിളിച്ച് അഖിലേഷ് മന്ത്രിമാരെ പുറത്താക്കിയത്. ഇതിലൂടെ അധികാര തർക്കത്തിൽ പിതാവ് മുലായം സിംഗുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് അഖിലേഷ് നൽകിയിരിക്കുന്നത്. മുലായത്തെ മാത്രമേ നേതാവായി അംഗീകരിക്കുമെന്ന് ശിവപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ അഖിലേഷിനെ പിന്തുണച്ച് മുതിർന്ന നേതാവ് രാംകൃപാൽ യാദവ് രംഗത്തെത്തി. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ പ്രതിസന്ധി സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാകും. പിളർപ്പ് ഒഴിവാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മുലായം സിംഗ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MP വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരുണിൽ നിന്ന് ചോർത്തിയെന്നായിരുന്നു ആരോപണം. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസ് ഓൺലൈനാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ BJP ദേശീയ നേതൃത്വം തന്ത്രപരമായ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രതിരോധ കാര്യങ്ങൾ സംബന്ധിച്ച പാർലമെന്ററി സമിതി അംഗമായിരുന്ന BJP MP വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ കുടുങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. US-ൽ അഭിഭാഷകനായ D. എഡ്മണ്ട് അലൻ എന്ന ആളാണ് ഇക്കാര്യം ആരോപിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നത്. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ വിവാദ പ്രതിരോധ ഇടപാടുകളുടെ ഇടനിലക്കാരൻ അഭിഷേക് വർമ്മ ചോർത്തിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം വരുൺ ഗാന്ധി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ എന്ന പേരിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.
ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസിന്റെ ഇംഗ്ലീഷ് വെബ്സൈറ്റിലാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവാദ ആയുധ ഇടപാടുകാരൻ അഭിഷേക് വർമ്മയുടെ മുൻ വ്യാപാര പങ്കാളി എഡ്മണ്ട് എലൻ തന്നെ പുറത്തുവിട്ടതാണ് ഈ ചിത്രങ്ങളെന്നാണ് കരുതുന്നത്. എന്നാൽ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം ഇടപഴകുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥ ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരുൺ ഗാന്ധി സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഹണി ട്രാപ്പ് വിവാദം ശക്തമായത്. BJP ദേശീയ നേതൃത്വം വരുൺ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധിയുടേത് എന്ന് സംശയിക്കുന്ന ഹണി ട്രാപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കായംകുളത്ത് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് വെട്ടേറ്റു. ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കാണ് വെട്ടേറ്റത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് കായംകുളത്തു നിന്നും. ഷാജഹാൻ, എന്താണ് സംഭവിച്ചത്? പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണോ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കായംകുളവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ തിരക്കി പോലീസ് സംഘവും പോയത്. എന്നാൽ പോലീസിനെ ഇവർ ആക്രമിക്കുകയായിരുന്നു. ASI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏകദേശം 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മാരകായുധങ്ങളുമായി പ്രതികൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതികൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ ഒരു പോലീസുകാരനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 3 പേർക്കും സാരമായ പരിക്കുകളാണുള്ളതെങ്കിൽ പോലും ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസിന് നേരെ തന്നെ കായംകുളത്ത് ഇത്തരം ഒരു അക്രമം ഉണ്ടായിരിക്കുകയാണ്. നിരവധി കൊട്ടേഷൻ സംഘങ്ങളും മറ്റും പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെയും നാട്ടുകാർക്കെതിരെയും വളരെ പകൽ പോലും വളരെ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കായംകുളം. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പോലീസ് പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷാജഹാൻ, കൊട്ടേഷൻ അംഗങ്ങൾ തന്നെയാണോ ഈ പ്രതികൾ? അഞ്ചു, അത്തരത്തിൽ കൃത്യമായിട്ടൊരു വിവരം നമുക്ക് പോലീസിൽ നിന്ന് എന്തായാലും ലഭിച്ചിട്ടില്ല. നിരവധി കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം പോലീസ് സംഘവും പുറപ്പെട്ടത്. എന്നാൽ ഇവരെ പോലീസിനെ ഈ കൊട്ടേഷൻ സംഘങ്ങളിലെ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുകയായിരുന്നു. മാരകമായിട്ട് അക്രമത്തിൽ ഇരയായിട്ടുള്ള പോലീസുകാരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി. കായംകുളത്ത് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം. 4 പോലീസുകാർക്ക് വെട്ടേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇടവേളയിലേക്ക് തിരികെ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനിക്ക് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAGയുടെ കരട് റിപ്പോർട്ട്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാനത്തിന് ലാഭമുണ്ടാകില്ലെന്നും CAG. അന്തിമ റിപ്പോർട്ടിന് മുന്നോടിയായുള്ള കരട് റിപ്പോർട്ടിലാണ് CAGയുടെ പരാമർശങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാർ സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നതായുമുള്ള കരട് റിപ്പോർട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. CAG റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത ചോദ്യാവലിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വ്യവസ്ഥകളെപ്പറ്റി ഗുരുതരമായ പാകപ്പിഴകൾ ഓഡിറ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദാനി പോർട്ടുമായി 40 വർഷത്തെ കരാറാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണത്തിനായി ചിലവഴിക്കുന്ന 7,525 കോടി രൂപയിൽ 67% സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. എന്നാൽ 40 വർഷം കൊണ്ട് അദാനി പോർട്ടിന് 1,44,653 കോടി രൂപയുടെ വരുമാനമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് 13,948 കോടി രൂപ മാത്രമാണോ എന്നും റിപ്പോർട്ടിൽ ചോദ്യമുന്നയിക്കുന്നു. PPP മാതൃകയിൽ നടന്ന കരാറിൽ കേരളത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നും പ്രാരംഭ പ്രവർത്തനത്തിനായി ചിലവഴിച്ച തുകയിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കരാർ വ്യവസ്ഥകൾ ഇഴകീറി പരിശോധിച്ച ശേഷമാണ് ഓഡിറ്റ് വിഭാഗം തുറമുഖ വകുപ്പിനോട് ചോദ്യാവലി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ മറുപടി വരും ദിവസങ്ങളിൽ തന്നെ തുറമുഖ വകുപ്പ് നൽകും. സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ വിഴിഞ്ഞം തുറമുഖ കരാറിനെതിരെ CAGയുടെ അന്തിമ റിപ്പോർട്ട് വന്നേക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. T. ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു സഖാവ് T. ഗോവിന്ദൻ. യുവാവായ സന്ദർഭത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു വന്ന് നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഘാടകനായും പ്രക്ഷോഭകാരിയായും പ്രചാരകനായും പ്രവർത്തിച്ചുകൊണ്ട് CPIM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി
ദീർഘകാലം പ്രവർത്തിക്കുകയും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി അംഗമായും വിവിധ ഉത്തരവാദിത്വങ്ങളാണ് സഖാവ് നിർവഹിച്ചിരുന്നത്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ശ്രദ്ധേയനായ ഒരു പാർലമെന്ററിയനായി പ്രവർത്തിക്കാൻ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയുടെ കാലത്ത് ആ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സഖാവ് നടത്തിയിരുന്നത്. സ്നേഹപൂർവമായ പെരുമാറ്റം കൊണ്ട് ജനങ്ങളുമായി സൗഹൃദപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വ്യതിരിക്തമായ ഒരു പ്രവർത്തന രീതി സ്വീകരിച്ച ഒരു സഖാവായിരുന്നു സഖാവ് ടി ഗോവിന്ദൻ. പയ്യന്നൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്ന കാര്യമില്ല. സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോഴും മോശം അവസ്ഥയിലെന്ന് എ കെ ആന്റണി. പുനഃസംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയും ഫോൺ ചോർത്തുന്നത് ശരിയല്ലെന്ന് ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ആന്റണി പ്രതികരിച്ചു. പോലീസ് മൂന്നാം മുറ രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് ശരിയല്ലെന്നും ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളറിയാം, ഏതായാലും ഈ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടത്തിൽ, കാരണം കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുത്ത ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. പഴയ സ്ഥിതിയല്ല. ഈ ഏറ്റവും പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ UDF-ൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ സംസ്ഥാനത്തും ജില്ലകളിലും താഴേക്കിടയിലും തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന നിലയിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കാനെല്ലാം പറ്റിയ നല്ല പ്രസിഡന്റുമാരെ കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധികാരപ്പെടുത്തിയവരല്ലാതെ ആരും ഒരാളുടെയല്ല, ആരുടെയും ഫോൺ ചോർത്താനും പാടില്ല. അത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് നിസാം സഹോദരങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. സഹോദരങ്ങളായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നിസാം ഉപയോഗിച്ച ഫോണിന്റെ ഉടമ ഷിബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുഹമ്മദ് നിസാമിനെ ബാംഗ്ലൂരിലെ വധശ്രമ കേസിനായി വിട്ടുനൽകിയപ്പോഴാണ് സഹോദരന്മാർക്ക് വധഭീഷണി വന്നതെന്നായിരുന്നു പരാതി. തൃശൂർ റൂറൽ SP നിശാന്തിനിക്ക് ലഭിച്ച പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. നിസാമിന്റെ സഹോദരന്മാരായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവരുടെ മൊഴി സംഘം രേഖപ്പെടുത്തി. മുഹമ്മദ് നിസാം ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സഹോദരങ്ങൾ മറുപടി നൽകിയത്. 9526987425 എന്ന നമ്പറിൽ നിന്നാണ് കോൾ വന്നത് എന്നായിരുന്നു പരാതി. ഈ നമ്പർ ഉപയോഗിക്കുന്ന നിസാമിന്റെ സുഹൃത്ത് ചിമ്പൂട്ടൻ എന്ന് വിളിക്കുന്ന ഷിബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പരാതിക്കൊപ്പം നിസാമിന്റെ സഹോദരന്മാർ നൽകിയ ശബ്ദരേഖകളും ഫോൺ കോൾ വിശദാംശങ്ങളും സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. നിസാമിനെ ബാംഗ്ലൂരിലേക്ക് കേസിനായി കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. നിസാമിന്റെ സുഹൃത്തായ ഷിബിന്റെ മൊഴിയെടുപ്പിന് ശേഷം ശാസ്ത്രീയ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി നാളെ കേസെടുത്തേക്കും എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി പുന്നപ്ര സമരഭൂമിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പുന്നപ്ര സമരസേനാനി കൂടിയായ വി അച്യുതാനന്ദൻ, മന്ത്രി ജി സുധാകരൻ, ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, CS സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനം പുന്നപ്ര വയലാർ അനുസ്മരണ സമ്മേളനം ഇപ്പോൾ ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്.
പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായാണ് പുന്നപ്ര സമരഭൂമിയിൽ പുഷ്പാർച്ചന നടന്നത്. പുന്നപ്ര സമര സേനാനി VS അച്യുതാനന്ദൻ രാവിലെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ അമ്പലപ്പുഴ തെക്ക് വടക്ക്, പുന്നപ്ര തെക്ക് വടക്ക് പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ് തങ്ങൾക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്താനെത്തിയത്. VSനെ കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ, സജി ചെറിയാൻ, CS സുജാത തുടങ്ങി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രമുഖർ പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തു. വൈകിട്ട് പറൂർ ജംഗ്ഷനിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുത്തലാഖ് സ്ത്രീകളോടുള്ള അവഗണനയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കൊപ്പം ആണെന്നും പാലോളി മുഹമ്മദ് കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, എല്ലാവരും എതിർക്കുന്നുണ്ട്. അത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത് സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അവഗണന കാണിക്കുന്നതാണ്. അത് ഒഴിവാക്കണം എന്നുള്ളത്. ഫാക്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് CBI. ജിപ്സം വിൽപ്പന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ കോടികൾ സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് CMD ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ CBI കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത്. CMD ജയ്വീർ ശ്രീവാസ്തവ ബിനാമി ഇടപാടിലൂടെ സ്വത്ത് സമ്പാദിച്ചതായും CBI കണ്ടെത്തി. ജിപ്സം വിൽപ്പന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഫാക്ടിന്റെ 25ഓളം കേന്ദ്രങ്ങളിൽ CBI ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു. ഫാക്ട് CMD ജയ്വീർ ശ്രീവാസ്തവയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ സംസ്ഥാനത്തെ 18 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. പരിശോധനയിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി CBI കണ്ടെത്തിയിരുന്നു. CMD ജയ്വീർ ശ്രീവാസ്തവ, ചീഫ് ജനറൽ മാനേജർ അംബിക, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീനാഥ് കമ്മത്ത് എന്നിവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായും കണ്ടെത്തി. 100 കോടിയോളം രൂപയുടെ അനധികൃത നിക്ഷേപമുള്ളതായാണ് CBIയുടെ കണ്ടെത്തൽ. CMD ജയ്വീർ ശ്രീവാസ്തവ ബിനാമി ഇടപാടുകൾ വഴി സ്വത്ത് സമ്പാദിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. DGM ശ്രീനാഥ് കമ്മത്തിന് 6 ബാങ്ക് അക്കൗണ്ടുകളിലായി 86 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ളതായും CBIക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് CMD, CGM, DGM അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ CBI ശുപാർശ ചെയ്തത്. CBI റെയ്ഡിനിടെ DGM ശ്രീനാഥ് കമ്മത്തിന്റെ വീട്ടിൽ നിന്ന് പുള്ളിമാൻ തോലും കണ്ടെടുത്തിരുന്നു. വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ശ്രീനാഥിനെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.